ഒരു 65 വയസ്സുള്ളൊരു ആട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കാഷ്വാലിറ്റിയിൽ വന്നിരുന്നു. അവർക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നത്. വയറുവേദന വന്ന ഉടനെ അവർ കൊളാപ്സ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിന് നമുക്കൊരു CT സ്കാൻ എടുക്കാൻ സാധിച്ചു. നോക്കുമ്പോൾ അയോർട്ട എന്നൊരു മുഖ്യ രക്തധമനിയുണ്ട് നമുക്ക്. അത് വളരെയധികം വീങ്ങിക്കിടക്കുന്നു ആൻഡ് പൊട്ടിയിരിക്കുന്നു. ഇതിന് അയോർട്ടിക് അന്യൂറിസം എന്ന് പറയുക. അയോർട്ടിക് അന്യൂറിസം ഒരു വളരെ ഡേഞ്ചറസ് കില്ലർ ഡിസീസാണ്. വളരെ ശരിയാണ് സന്ദീപ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് അയോർട്ടിക് അന്യൂറിസം. ഹാർട്ടിൽ നിന്ന് വരുന്ന മഹാധമനി അത് വികസിക്കുന്ന ഒരു അസുഖമാണ്. അത് സാധാരണ മഹാധമനിയുടെ വീതി എന്ന് പറയുന്നത് ഒരു 3 സെന്റിമീറ്ററിന് താഴെയാണ്. അത് 3 സെന്റിമീറ്ററിന് മുകളിൽ വികസിച്ചാൽ അതിന് അയോർട്ടിക് അന്യൂറിസം എന്നാണ് പറയുന്നത്. അത് 5.5 സെന്റിമീറ്ററിന് മുകളിൽ പോയാൽ അത് പൊട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് കാറ്റസ്ട്രോഫിക്കാണ്. അത് പെട്ടെന്ന് ആൾക്ക് രക്തം വാർന്ന് മരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇതിന് കാരണങ്ങൾ നമ്മൾ സാധാരണ ഹാർട്ട് അറ്റാക്കിനുള്ള കാരണങ്ങൾ തന്നെ അതും ഉള്ളത്. സ്മോക്കിങ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ, ഡയബറ്റീസ്, പ്രഷർ, പിന്നെ കൊളസ്ട്രോള്, ഇതൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഡോക്ടർ സുദീപ് പറഞ്ഞ പോലെ ഇപ്പം 5.5 സെൻറ്റിമീറ്റർ 5.5 സെൻറ്റിമീറ്റർ വരെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം വിത്ത് മെഡിസിൻസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ 5.5 സെൻറ്റിമീറ്ററിന് മുകളിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടണം. ഇതേപോലെ ഡോക്ടർ സുദീപ് പറഞ്ഞ പോലെ പെട്ടെന്ന് അപകടം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി റിസ്കി. 5.5 സെൻറ്റിമീറ്റേഴ്സിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു സർജറി വേണം എന്നാണ്. സോ ട്രഡീഷണലി കാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് ഓപ്പൺ സർജറി മാത്രമേ അതിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ വികസിച്ച ഒരു ഭാഗം അത് കട്ട് ചെയ്യുക, പുതിയൊരു ഗ്രാഫ്റ്റ്, പുതിയൊരു രക്തക്കൊഴൽ, പുതിയ രക്തധമനി ഉണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ട് അത് ഫിറ്റാക്കിയിട്ട് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മളെ കയ്യിൽ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ട് എൻഡോവാസ്കുലർ ടെക്നോളജി ഉണ്ട്. അതായത് രക്തധമനികൾക്ക് സർജറി ഇല്ലാതെ താക്കോൽ ദ്വാരം നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ 2 സ്റ്റെന്റ് ഇടാം. ദിസ് ഇസ് കോൾഡ് എൻഡോവാസ്കുലർ റിപ്പയർ എന്ന് പറയും. ദാറ്റ് ഈസ് ഇവാർ. സോ ഇവാർ ആക്ച്വലി ആസ് യു ഓൾ നോ, നമുക്കിപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ ഒരു അസുഖത്തിന്, ഈ മാരകമായ കില്ലർ ഡിസീസിന് ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഓപ്ഷൻസ് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇവാർ. അപ്പോൾ അത് ഒരു യൂഷ്വലി ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ചെറിയൊരു സെഡേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. വലിയൊരു പ്രൊസീജിയറാണ്. ഇതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അഡ്വക്വേറ്റ് ആയിട്ടുള്ള റെക്കഗ്നിഷൻ. അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നാണ്, അല്ലേ ഡോക്ടർ സന്ദീപ്? ഐ തിങ്ക് പബ്ലിക് ഷുഡ് ബി അവെയർ ഓഫ് ദിസ്. അതായത് ജനങ്ങൾക്ക് ഈ രോഗത്തിനെ പറ്റി അറിയണം. അധികം നമ്മളെല്ലാവരും ഹാർട്ട് അറ്റാക്കിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ. അതിനേക്കാൾ എത്രയോ ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു കില്ലിംഗ് സാധ്യതയുള്ള ഒരു രോഗമാണ് അയോർട്ടിക് അന്യൂറിസം. സോ ഹൗ ഡു വി ഡയഗ്നോസ് എന്നുള്ള കാര്യം പോലും അറിയണം. അതെ, പലപ്പോഴും എന്താ വെച്ചാൽ എല്ലാം സംഭവിച്ച് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം നമുക്ക് ഇവാർ ചെയ്യാൻ സമയം പോലും കിട്ടിയെന്നില്ല. അപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു റുട്ടീൻ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ, ഇപ്പം മൂത്രക്കല്ല് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വയറുവേദനയ്ക്ക് വേറെ എന്തെങ്കിലും കാരണവശാൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അയോർട്ടന്റെ വലിപ്പം 4 സെന്റിമീറ്റർ. അപ്പം നമ്മൾ അലേർട്ട് ആയിരിക്കണം. അപ്പം മുതൽ നമ്മൾ റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ, സുദീപ് സാർ പറഞ്ഞ പോലെ നമ്മൾ ഷുഗർ, പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യുക, സ്മോക്കിംഗ് ആബ്സല്യൂട്ട്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറയുക, ആൻഡ് ഫ്രീക്വൻ്റ്ലി ഇടയ്ക്ക് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക. കാരണം ഇത് ഗ്രോ ചെയ്യും. 4, 4.3, 4.6, പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കട്ട് ഓഫ് 5.5 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലേർട്ട് ആയിരിക്കണം. ഇവാർ പ്ലാനിങ് തുടങ്ങണം. വളരുന്നതിൻ്റെ റേറ്റ് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ്, ഡയബറ്റിക് കൺട്രോൾ, പുകവലി ആബ്സല്യൂട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർജറി അല്ലെങ്കിൽ ഇവാർ മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. സോ അവയർനെസ് അബൌട്ട് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അയോർട്ടിക് അന്യൂറിസം ഒരു കില്ലർ ഡിസീസ് ആണ് എന്നുള്ള കാര്യം ജനങ്ങൾ അറിഞ്ഞിരിക്കണം.